മൂന്നാം മോദി സർക്കാർ 100 ദിവസം പിന്നിട്ടിരിക്കുന്നു. തനിച്ചു ഭരിക്കാൻ ശേഷിയില്ലാതെ വിട്ടുവീഴ്ചകളോടെ ആരംഭിച്ച മോദിയുടെ മൂന്നാം ടേമിൽ ആദ്യ 100 ദിനങ്ങൾ എങ്ങനെയായിരുന്നു? സമവാക്യങ്ങൾ പാലിച്ചല്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് BJPക്കും മോദിക്കും പൂർണ്ണമായി മനസ്സിലായ 100 ദിനങ്ങളാണ് കടന്നുപോകുന്നത്. ഓരോ തീരുമാനങ്ങളും സഖ്യകക്ഷികളെ ബോധ്യപ്പെടുത്തിയല്ലാതെ ഒരടി ചലിക്കാനാകില്ലെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് BJPയുടെ നീക്കങ്ങൾ. രണ്ടാം വരവിൽ 60 ദിവസത്തിനുള്ളിൽ മുത്തലാഖ് നിരോധിച്ച മോദി മൂന്നാം ടേമിൽ വഖഫ് ബിൽ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് അയച്ചത് തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. മൂന്നാം ടേമിൽ മോദി സർക്കാരിന്റെ ആദ്യ പ്രധാന നീക്കമായിരുന്നു വഖഫ് ബിൽ. പ്രതിപക്ഷത്തിന്റെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് ബിൽ JPCക്ക് വിട്ടു. പ്രതിപക്ഷം എത്ര ശബ്ദമുയർത്തിയാലും തീരുമാനത്തിൽ നിന്ന് അണുവിട പിന്നോട്ടു പോകാൻ തയ്യാറാകാതിരുന്ന ഭൂതകാലത്തിൽ നിന്നാണ് മോദിയുടെ ഈ ഇറങ്ങിവരവ്. മോദിയുടെ പിറന്നാളും സർക്കാരിന്റെ 100ാം ദിനവും ഒരേ ആഴ്ചയിൽ വന്നത് യാദൃശ്ചികതയാകാം. ആ യാദൃശ്ചികതയെ പക്ഷേ കൊട്ടിഘോഷിച്ച് ആഘോഷമാക്കാൻ BJP മെനക്കെട്ടില്ല. മറ്റു 2 ടേമുകളിലും മോദിയുടെ ജന്മദിനങ്ങൾ ആഘോഷിച്ച് തിമിർത്ത BJP ഇത്തവണ അല്പം മയപ്പെട്ടു. ആ മയപ്പെടൽ സർക്കാരിന്റെ തീരുമാനങ്ങളിലും കാണാം. രണ്ടാം ടൈമിൽ ആദ്യ 100 ദിവസത്തിനുള്ളിൽ വമ്പൻ തീരുമാനങ്ങൾ എടുത്തിരുന്നു മോദി. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും ഭരണഘടനയുടെ അനുച്ഛേദം 370 പിൻവലിച്ചതും അന്ന് ഞൊടിയിടയിൽ നടന്നു. 10 പൊതുമേഖലാ ബാങ്കുകൾ ലയിപ്പിച്ചതും 100 ദിവസത്തിനുള്ളിൽ നടന്നു. എന്തും ചെയ്യാനുള്ള ഭൂരിപക്ഷമുണ്ടെന്ന ആത്മവിശ്വാസം മോദിയുടെയും BJPയുടെയും ഓരോ പ്രവൃത്തിയിലും വ്യക്തമായിരുന്നു. എന്നാൽ മൂന്നാം ടൈമിൽ സംയമനമാണ് പാത. ശക്തമായ പ്രതിപക്ഷ വിമർശനത്തെക്കാൾ BJP മുഖവിലക്കെടുക്കുന്നത് മുന്നണിയിലെ ഘടകകക്ഷികളുടെ വാക്കുകളെയാണ്. JDUവും TDPയും പിണങ്ങിയിറങ്ങിപ്പോകാതിരിക്കാൻ സംയമനമല്ലാതെ മോദിക്ക് മുന്നിൽ മറ്റു വഴികളില്ല. അതുകൊണ്ട് ആദ്യ ബജറ്റിൽ തന്നെ ആന്ധ്രയ്ക്കും ബീഹാറിനും ധനസഹായം വാരിക്കോരി നൽകി. സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം മോദി ആദ്യം നേരിട്ട വലിയ പ്രതിസന്ധി നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയായിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ രാജ്യമാളിയപ്പോൾ പ്രതിപക്ഷവും പ്രതിഷേധമുയർത്തി രംഗത്തെത്തി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യതയെക്കുറിച്ചുയർന്ന ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തി. വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ് ശീലമില്ലാത്ത കേന്ദ്രം വിശദീകരണങ്ങളുമായി നിരന്തരം രംഗത്തെത്തിയത് കണ്ട് രാജ്യം അമ്പരന്നിട്ടുണ്ടാകണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തലവനെ മാറ്റിയും സുതാര്യത ഉറപ്പാക്കാൻ സമിതിയെ നിയോഗിച്ചും കേന്ദ്ര സർക്കാർ വിഷയം തണുപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് അത്ര പെട്ടെന്ന് പിന്നോട്ട് പോകാൻ BJP തയ്യാറല്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വലിയ മാറ്റത്തിന് കളമൊരുക്കാനുള്ള നീക്കത്തിന് മോദി സർക്കാർ തുടക്കമിട്ടതും ഈ 100 ദിനങ്ങളിൽ തന്നെ. വഖഫ് ബിൽ JPCക്ക് വിട്ടതുപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ അത്ര പെട്ടെന്ന് മയപ്പെടില്ല BJP. പാർട്ടി ഉന്നത നേതൃത്വത്തിന്റെയും മറ്റും പ്രതികരണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നതും. സഖ്യകക്ഷികളിൽ നിന്ന് കാര്യമായ എതിർപ്പൊന്നും നേരിടേണ്ടി വന്നില്ല എന്നതിൽ മോദിക്ക് സമാധാനിക്കാം. മോദി സർക്കാർ എന്ന് പറയുന്നതിന് പകരം NDA സർക്കാർ എന്ന് പറഞ്ഞ് ശീലിച്ചു നരേന്ദ്രമോദി. നിറം മങ്ങിയ ജയത്തിൽ അസ്വസ്ഥനാണെങ്കിലും പുതിയ തന്ത്രങ്ങളുമായി കളം പിടിക്കാൻ മോദിക്കധികം സമയമൊന്നും വേണ്ട. പുതിയ കാല BJPയുടെയും മോദിയുടെയും കഥയറിയുന്നവർക്ക് അതറിയാം. പ്രതിപക്ഷത്തെയും ഘടകകക്ഷികളെയും മെരുക്കാൻ മോദി മെനയുന്ന പദ്ധതികൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്.